വെറും 50 രൂപ കേട്ടോ. 50 രൂപയ്ക്ക് നമ്മുടെ ഫാമിൽ തന്നെ വിരിഞ്ഞിട്ടുള്ള നമ്മുടെ താറാക്കുട്ടൻ വരണം. നമ്മുടെ നോർമൽ കുട്ടനാടൻ താറാവ് ഉണ്ടല്ലോ, ചാരാ ചെമ്പല്ലി എന്ന് പറയുന്ന നോർമൽ താറാവിൻ്റെ കുട്ടികളാണ്. വെറും 50 രൂപ. ഇതിപ്പോൾ വിരിഞ്ഞിട്ട് ഏകദേശം 3-4 ദിവസമായി. ഓക്കെ, എന്താ പറയുക, എല്ലാവരും നല്ല ഹെൽത്തി കുട്ടികളാണ്. ഇവർക്ക് കോഴികളെ പോലെ നമ്മൾ അത്ര കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ വളർന്നോളും ഇവർ. അതുപോലെ തന്നെ ഇവർക്ക് എന്തും കൊടുക്കുക, ചോറ് കൊടുക്കുക, അരി കൊടുക്കുക, സ്റ്റാർട്ടർ കൊടുക്കുക, എന്തും കൊടുക്കാം, പെട്ടെന്ന് വളരും. നമ്മളിവിടെ നോർമലായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് അരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മൂന്ന് പീസേ ഉള്ളൂ. നമ്മുടെ തന്നെ ഫാമിൽ വിരിഞ്ഞിട്ടുള്ള, അതിൻ്റെ അച്ഛനും അമ്മേനെയും ഞാൻ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഫാമിൽ തന്നെ വിരിഞ്ഞിട്ടുള്ള നാടൻ താറാക്കുട്ടികളാണ്. അങ്ങനെ പൊളിയല്ലേ, നോക്ക്. ഇവർ പിന്നെ എന്താ പറയുക, അടുപ്പിച്ച് വളർത്തണമെങ്കിൽ ഇവർ നല്ലപോലെ ഇണങ്ങും കേട്ടോ. നമ്മൾ കയ്യിലൊക്കെ എടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇണങ്ങുന്ന ടൈപ്പാണ് ഇവർ. നമ്മുടെ കാലും ചോട്ടിൽ തന്നെ വരും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കുടുകുടുന്ന് ഓടി വരും. ഭയങ്കര രസമാണ് ഇവരുടെ കാര്യം. അപ്പോൾ നോക്ക്, എന്തായാലും സംഭവം പൊളിയല്ലേ, നമ്മുടെ നോർമൽ നാടൻ താറാക്കുട്ടികൾ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ വന്ന് കളക്ട് ചെയ്യാം. 3 പീസേ ഉള്ളൂ. എന്താ പറയുക, പാരൻറ്റ് സ്റ്റോക്കിന് നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇനി ഇല്ല വേറെ ആർക്കെങ്കിലും ദൂരമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഒരെണ്ണത്തിന് എന്താ പറയുക 50 രൂപ. ഓക്കെ, അപ്പോൾ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കുക. അപ്പോൾ പോവുക, അതിൽ ചോദിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ സംഭവം എന്തായാലും പൊളിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ താറാക്കുട്ടികൾ. ഇനി ആരെങ്കിലും താറാ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോളാം. ഇതാണ് നമ്മുടെ നാടൻ താറാ കുട്ടികൾ. ഈ കുഞ്ഞ് സാധനമാണ് കേട്ടോ മുട്ടയിൽ നിന്ന് വരുന്നത്. മുട്ടയിൽ ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്ന സാധനം ഇപ്പോൾ വിരിഞ്ഞിട്ട് നോക്കും. മുട്ടയൊക്കെ ഇത്ര ഉണ്ടാവുള്ളൂ മുട്ട. ഈ മുട്ടയിൽ നിന്നാണ് ഇത് വിരിഞ്ഞ് വരുന്നത്. എന്നുവെച്ചാൽ ഇത് രണ്ടെണ്ണം ഒരേപോലെ. എനിക്കിത് കണ്ടിട്ട് തോന്നണത് ഇത് രണ്ടും ആണും ഇത് രണ്ടും പെണ്ണെന്നാണ് തോന്നണത്. നമ്മൾ സ്ഥിരമായിട്ട് വളർത്തുന്നതായതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു പക്ഷേ അത് വലുതാകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോർമലായിട്ട് ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു അഗ്രസീവ് ഫീലിംഗ് നമുക്ക് കാണിക്കും. എന്താ പറയുക, ആണിനാണെന്നുണ്ടെങ്കിൽ. പെണ്ണ് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു കാമൻ ക്യൂട്ടായിരിക്കും. ഇത് കണ്ടില്ലേ, കുറച്ച് ഒരു പെണ്ണിൻ്റെ ലുക്കും ഇത് രണ്ടും ആണിൻ്റെ ലുക്കും. പക്ഷെ എന്നാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. ഉറപ്പ് പറയണമെന്നുണ്ടെങ്കിൽ വലുതാവണം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആർക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.